കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എന്റെ മറുപടിയാണ്, 16 മാസത്തെ ഈ സർക്കാർ കൊടുത്തു, പണം കൊടുത്തു. പണം കൊടുത്തത് ശരിയാണ്, പണം കൊടുത്തു. പക്ഷെ കടം മേടിച്ചാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേക്ക് ഈ കടം എടുത്തോളാൻ, നിങ്ങൾ വീട്ടിക്കോളാൻ, ഞങ്ങൾ വീട്ടിക്കോളാൻ. അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് മറുപടി പറ. ഞാൻ റെഡിയാണ്. അങ്ങ് അവിടെ ഇരുന്ന് പറയണ്ട, അങ്ങ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ വഴങ്ങാം. ഈ നേരത്തെ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കേരളം പണ്ട് ചന്ദ്രശേഖരന്റെ കാലത്ത് സ്വർണം കൊണ്ട് വിറ്റതുപോലെ മൻമോഹൻ സിംഗ് വന്ന സമയത്ത് ഉള്ള സ്ഥിതി കേരളമായെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് ഇപ്പൊ അങ്ങ് മുഖ്യമന്ത്രിയാണ്, അതിനു മുമ്പത്തെ മുഖ്യമന്ത്രി ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ സ്റ്റേറ്റിന്റെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് അത്രയും മോശമായിട്ട് പറയാൻ പാടില്ല. ഇത് ജൂൺ 16 ഇറങ്ങിയ സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഫൈനാൻസ് സംബന്ധിച്ച് CNDG ഇറക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഫിസ്ക്കൽ ഈ ടാക്സ് കളക്ഷനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. 60% സ്വന്തം നമ്മുടെ റവന്യൂ. ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളുള്ളപ്പോൾ അപ്പുറത്ത് വരികയും അപ്പുറത്തൊക്കെ വരാം. പക്ഷേ ആ വസ്തുതകൾ മൊത്തം ഇവിടെ കടവായി പോയി എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ 6 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. 6 ലക്ഷം കോടിയില്ല, 4,80,000 കോടിക്ക് അടുത്താണ് CNDG റിപ്പോർട്ട്. 5,07,000 എന്നാണ് നിങ്ങളുടെ ഫൈൻഡിങ്. പിന്നെ 48,000 കോടിയാണ് കടമെന്ന് പറഞ്ഞതിനകത്ത് 36,000 കോടി രൂപ DADR കുടിശ്ശികയാണ്. ഞങ്ങളത് 4 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് 12,000 കോടിയിലധികം ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് റെക്കോർഡിൽ കിടക്കുന്നതല്ലേ. കേരളം ഇതേപോലെ സ്വർണം കൊണ്ട് വിറ്റതുപോലെ സ്റ്റേറ്റ് ആകെ അങ്ങനെ ആയി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നതുകൊണ്ടാണ്. ഇത് CNDG റിപ്പോർട്ടാണ്, ഞാൻ വേറെ റിപ്പോർട്ട് കൊണ്ടുവന്നല്ല സാർ. പിന്നെ അങ്ങ് പറഞ്ഞ ഈ കണക്കെല്ലാം അനുസരിച്ചാണല്ലോ പെൻഷൻ കമ്പനിയോട് ഉൾപ്പെടെ പറഞ്ഞത്. പെൻഷൻ കമ്പനി ഉൾപ്പെടെ ഉള്ളത് എല്ലാം കൂടി ആണല്ലോ ഈ 48,000 എന്ന് പറയുന്നത്. നേരത്തെ 1.25 ലക്ഷം കോടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഒരു കടമെടുത്താലും ആ കടം 3.5%-നകത്തല്ലേ ഉള്ളൂ. 3.5%-നകത്തല്ലേ വരൂ. 3.5%-ന് അപ്പുറം വരില്ല. അങ്ങ് പറയുന്നത് എന്താ? റിസർവ് ബാങ്ക് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷന്റെ കണക്കനുസരിച്ച് നമുക്ക് 3.5 എടുക്കാൻ പറ്റൂ. 3.5 അധികം പെൻഷൻ കമ്പനിയുടെയും നമ്മുടെ കിഫ്ബിയുടെയും വന്നതിന് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 4,730 വെച്ച് ഓരോ വർഷം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എടുക്കാമെന്ന് പറയുന്ന ഒരു ലിമിറ്റിനപ്പുറം സ്റ്റേറ്റിന് എടുക്കാൻ പറ്റില്ല. അപ്പം അത് അങ്ങ് പറയുമ്പം വേറെ എവിടുന്നോ ഇങ്ങനെ ഉണ്ട്. നല്ല നമുക്ക് എല്ലാം കൂടി എടുക്കാവുന്ന കടം എന്തിനാ പെൻഷൻ കമ്പനി എടുക്കുന്നത്? അത് ഇപ്പം തിരിച്ചടയ്ക്കുന്നത് അത്ര ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒറ്റ കാര്യം കൂടി, പഞ്ചായത്തിന് പൈസ കൊടുക്കാത്തത് പൈസ പഞ്ചായത്തിന് കൊടുക്കാത്ത പണം ഫിനാൻസ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന ആ സമയപ്പോഴത്തേക്കും ഫിനാൻസ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി എഴുതി ഇലക്ഷൻ കമ്മീഷന് അയച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനാ, അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം കിട്ടിയാലേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അത് കൊടുക്കുന്നതിന് ഇങ്ങനെ വേണമെന്ന് അപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കത്തയച്ചു. അല്ലേ, പ്രസംഗിക്കുമല്ല, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഈ പണം അതുകൊണ്ടാണ് ഇത് ക്ലാരിഫിക്കേഷൻ സാർ. ഞാൻ നിർത്തുകയാണ് സാർ. ആ പൈസ കൊടുത്തില്ല എന്ന് പറയുമ്പോ ഞങ്ങള് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഫൈനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പറയുമ്പോൾ സാർ ആ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. ആരെങ്കിലും ഇങ്ങനെ വഴങ്ങോ സാർ? അങ്ങയുടെ പോയിന്റ് ക്ലിയർ ആക്കിയല്ലോ സാർ. ഈ പറഞ്ഞത് ശരിയല്ല. ഈ കടം 48,000 കോടിയല്ല. കിഫ്ബിയുടെ കടവും ഈ KSSPL കടം 48,000-ലല്ല 87,000 കോടിയാവും കടം.